ഗുരു നടന്ന വഴികളാണിത്. ഗുരുവിൻ്റെ ആശയങ്ങളിലൂടെ പ്രസിദ്ധമായ വഴികൾ. 1904 തൻ്റെ തീർത്ഥാടന ജീവിതത്തിന് തിരശ്ശീലയിട്ട് നാരായണ ഗുരു നിർമ്മിച്ചതാണ് ശിവഗിരി ആശ്രമം. 1928 ഗുരു അന്തരിക്കും വരെ ഇന്ത്യൻ നവോത്ഥാനത്തിലെ പുത്തൻ ആശയങ്ങൾ പിറന്നിരുന്നത് വർക്കലയിലെ ഈ ശിവഗിരി കുന്നുകളിൽ നിന്നായിരുന്നു. ഹിന്ദു സനാതനധർമ്മത്തെയും അതിലുള്ള ജാതി വ്യവസ്ഥയെയും ഗുരുവിനോളം മറ്റാരും ചോദ്യം ചെയ്തിട്ടില്ല. അരുവിക്കരയാറ്റിൽ നിന്ന് ഒരു കല്ല് മുങ്ങിയെടുത്ത് ശിവപ്രതിഷ്ഠ നടത്തി ശംഭൂകന്റെ തലവെട്ടിയ സനാതന ധർമ്മവ്യവസ്ഥയെ അദ്ദേഹം തോട്ടിലെറിഞ്ഞു. പിന്നെയും നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് സനാതനധർമ്മത്തെയും അത് നിർമ്മിച്ച തന്ത്രസമുച്ചയത്തെയും വെല്ലുവിളിച്ച വിപ്ലവകാരിയായിരുന്നു ശ്രീനാരായണ ഗുരു. മാറ്റത്തിൻ്റെ ആ ശബ്ദം കേൾക്കാൻ ശിവഗിരി കുന്നുകൾ കയറിയവരിൽ ഗാന്ധിജിയും ടാഗോറും പെരിയാറുമുണ്ടായിരുന്നു. ബ്രാഹ്മണ്യം സൃഷ്ടിച്ച സനാതനധർമ്മം എന്ന നീചമായ ജാതി വ്യവസ്ഥയുടെ അസ്ഥിവാരം കേരളത്തിൽ നാരായണ ഗുരു സൃഷ്ടിച്ച നവോത്ഥാനത്തിൽ തകർന്നുപോയി. ഒരു നൂറ്റാണ്ടിനപ്പുറം ഒരു സർക്കാർ തന്നെ സനാതനധർമ്മത്തെ രാജ്യത്ത് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം ആ തിരിച്ചു നടത്തത്തിൽ പെടാതിരിക്കുന്നത് നാരായണ ഗുരു കൊളുത്തിയ വിളക്ക് ഇവിടെ കെടാതിരിക്കുന്നതിനാലാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നിങ്ങനെ ജാതിയെ മനുഷ്യനായി പരിവർത്തനം ചെയ്ത ആശയങ്ങൾ ഈ മുറ്റത്തു നിന്നാണ് ഉണർന്നുയർന്നത്. ഇതിൻ്റെ താപം സനാതനധർമ്മത്തെ ഉരുക്കിക്കളഞ്ഞു. ഗുരുവിൻ്റെ കാലശേഷം ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനും യുക്തിവാദിയുമായിരുന്ന സഹോദരൻ അയ്യപ്പനിലൂടെ ഗുരുസന്ദേശങ്ങൾ ശിവഗിരി തീർത്ഥാടന വേദികളിൽ ഉയർന്നു കേട്ടു. 1968 അദ്ദേഹം മരിക്കുന്നതുവരെ. ഗുരുവിൻ്റെ കാലശേഷം ഗുരു ലോകത്തിന് നൽകിയ മഹത്തായ സന്ദേശങ്ങൾ എത്രത്തോളം ശിവഗിരി മഠം ഉയർത്തിപ്പിടിച്ചു എന്നത് ചിന്തനീയമാണ്. മുക്കിന് മുക്കിന് ഗുരുപ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും സനാതനധർമ്മികളെ അനുകരിച്ച നാരായണ ഗുരുവിൻ്റെ വിഗ്രഹത്തിൽ പാലഭിഷേകം വരെ ചെയ്യുകയും ചെയ്തതിൽ പരം അദ്ദേഹത്തിന് അപമാനിക്കാനുണ്ടോ? ഒരാൾ മരിച്ചാൽ എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് ചക്കിലാട്ടി തെങ്ങിന് വളമാക്കണമെന്ന് പറഞ്ഞ മനുഷ്യനെയാണ് ഇങ്ങനെ വക്രീകരിക്കുന്നത്. SNDP നാരായണധർമ്മം വിടിഞ്ഞ് ജാതി സംഘടനയായി ചെറുതായി. കുമാരനാശാനിരുന്ന കസേരയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനിരിക്കുന്നു. ഗുരു അരുത് എന്ന് ഉറക്കപ്പറഞ്ഞ കച്ചവടങ്ങൾ ചെയ്യുന്നവർ പോലും ഇന്ന് SNDPയുടെ ഭാരവാഹികളാകുന്നു. അവരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു വലിയ വിഭാഗം ജനതയെ കോർത്തിടാനുള്ള ചൂണ്ടയായി മാറി ഇന്ന് ഈ സംഘടന. 2015 SNDP BDJS എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നാരായണ ഗുരു ജീവിതം കൊണ്ട് തീർത്ത സനാതനധർമ്മത്തെ പിന്തുടരുന്ന സംഘപരിവാർ സംഘടനകളുടെ സഖ്യകക്ഷിയായി. അതോടുകൂടി ഗുരുവിൻ്റെ ആശയങ്ങൾ SNDP പൂർണ്ണമായും കൈവിട്ടു. ഗുരുവിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തെ ഒരു ജാതിയുടെ വക്താവായി ചുരുക്കുന്നതിലുള്ള മനോവിഷമം മൂലമാണ് അദ്ദേഹം നമുക്ക് ജാതിയില്ല വിളംബരം പുറപ്പെടുവിക്കുന്നത് എന്നതോർക്കണം, ഓർത്തുകൊണ്ടേയിരിക്കണം നമ്മൾ. പല മതസാരവുമേകം എന്ന ശബ്ദം കേട്ട മണ്ണിൽ നിന്ന് 2024 ഡിസംബർ 31 ഒരു സ്ഫുലിംഗമുയർന്നത് മലയാളി കണ്ടു, കേട്ടു. ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഉടുപ്പൂരിക്കയറാൻ നിർബന്ധിക്കപ്പെടുന്നത് ഒരനാചാരമാണെന്ന് ശിവഗിരി മഠത്തിലെ സ്വാമി സച്ചിദാനന്ദ തീർത്ഥാടന വേദിയിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞു. അതിലുമുറക്കെ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല എന്നും ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസിവര്യനായിരുന്നുവെന്നും കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘോഷിച്ചു. 1968 സഹോദരൻ അയ്യപ്പൻ നടത്തിയ തൻ്റെ അവസാന തീർത്ഥാടന പ്രസംഗത്തിന് 2024 പിണറായി വിജയൻ തുടർച്ചയായി. അതിൻ്റെ അലയൊലികൾ കേരളക്കരയിൽ പ്രതിധ്വനിച്ചു. പല ക്ഷേത്രങ്ങളിലും ഉടുപ്പ് ധരിച്ച് പുരുഷന്മാർക്ക് കയറാമെന്നായി. തെല്ലൊന്നുമല്ല ഈ ആശയങ്ങൾ സംഘപരിവാറിനെ പിടിച്ചുലച്ചത്. അവർ വിഷം തൂപ്പുന്ന നാക്കുകളുമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ശിവഗിരി പൂർണ്ണമായ അർത്ഥത്തിൽ നാരായണധർമ്മങ്ങൾ പാലിക്കേണ്ട ഇടമാണ്. ഈ മഠത്തിലെ സന്യാസിമാരിൽ സനാതനികൾ ഉണ്ട് എങ്കിൽ അവർക്കായി തുറന്നു വച്ചിരിക്കുന്ന അനേക ഇടങ്ങൾ ഇന്ത്യയിലുണ്ട്. ശിവഗിരി ശ്രീനാരായണ ധർമ്മം മുഴങ്ങുന്ന സ്ഥലമാണ്. അത് മനസ്സിലാക്കുന്ന ഒരു യുവത ഇവിടെയുണ്ട്. അത് ഓർക്കുക.